പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിതാ ഇപ്പോൾ നിൽക്കുന്നത് അട്ടപ്പാടിയുടെ മണ്ണിലാണ്ട്ടോ. തലയ്ക്ക് മുകളിൽ ആകാശം മുട്ടെ ഉയരുന്ന കൂറ്റൻ കോൺക്രീറ്റ് തൂണുകളും പുതിയ പാലത്തിന്റെ നിർമ്മാണ തിരക്കുകളും കണ്ടില്ലേ? നാളെയുടെ വികസനത്തെയും കാത്തിരിപ്പുകളെയും നെഞ്ചിലേറ്റി പണി പുരോഗമിക്കുന്ന ഒരു പുതിയ ലോകം. എന്നാൽ ആ പുതിയ കോൺക്രീറ്റ് നിർമ്മിതികളിൽ നിന്ന് നമ്മുടെ കണ്ണും മനസ്സും പതുക്കെ നടന്നു നീങ്ങുന്നത് തൊട്ടപ്പുറത്ത് കാലത്തിന്റെ എത്രയോ അടയാളങ്ങളെയും ഓർമ്മകളെയും സ്വന്തം തോളിലേറ്റി ശാന്തമായി നിൽക്കുന്ന നമ്മുടെ ഈ പഴയ പാലത്തിലേക്കാണ്. ആ പഴയ പാലത്തിന്റെ മുകളിലേക്കൊന്ന് കയറി നിന്ന് ചുറ്റുമൊന്ന് കണ്ണോടിക്കുമ്പോൾ പടച്ചോനെ, അതൊരു വല്ലാത്ത മാന്ത്രിക കാഴ്ചയാണ്. ദൂരെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മലനിരകളെ മുഴുവൻ ഒരു വെള്ളപ്പട്ടുപോലെ പുതച്ചു നിൽക്കുന്ന ആ കോടമഞ്ഞും കാർമേഘങ്ങളും കണ്ടില്ലേ? ആ മലമടക്കുകൾക്ക് താഴെ കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ പളുങ്ക് കണക്കെ തെളിഞ്ഞ് താളത്തിൽ നുരഞ്ഞുപതഞ്ഞ് ഒഴുകിപ്പോവുകയാണ് നമ്മുടെ ഭവാനിപ്പുഴ. പാലത്തിലൂടെ സാവധാനം പോകുന്ന ഓരോ വണ്ടികളും പുഴയോരത്തെ കവുങ്ങിൻ തോപ്പുകളും പച്ചപ്പ് വിരിച്ച കാടും ചേരുമ്പോൾ അതൊരു ജീവനുള്ള ചിത്രമായി മാറുകയാണ്. കേരളത്തിന്റെ പുഴകളെല്ലാം അറബിക്കടലിന്റെ ആഴങ്ങൾ തേടി പടിഞ്ഞാറോട്ട് കുതിക്കുമ്പോൾ അട്ടപ്പാടിയുടെ നെഞ്ചിലൂടെ കിഴക്കോട്ട് മാത്രം തലയുയർത്തി ഒഴുകുന്ന പ്രകൃതിയുടെ അത്ഭുതമാണ് ഭവാനി. മനുഷ്യന്റെ കയ്യേറ്റങ്ങളേൽക്കാത്ത കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള സൈലന്റ് വാലിയുടെ ആഴങ്ങളിൽ നിന്നാണ് ഈ പുഴയുടെ ജനനം. ചീവീടുകൾ പോലും മിണ്ടാതെ പ്രകൃതി അടക്കിപ്പിടിച്ച നിശബ്ദതയുടെ താഴ്വരയിൽ നിന്ന് ഭവാനിയും കൂടെ ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ ശുദ്ധജലമെന്ന് പേരെടുത്ത ശിരുവാണിയും ചേർന്ന് കാടിന്റെ മണമുള്ള കുളിരുമായി നമ്മളെയൊക്കെ തൊട്ട് ഒഴുകിവരികയാണ്. ഈ കാണുന്ന പച്ചപ്പും ഒഴുക്കും വെറുമൊരു മനോഹരമായ കാഴ്ച മാത്രമല്ല കൂട്ടുകാരെ, ഇത് ഇരുളരും മുടുകരും കുറുമ്പരുമടങ്ങുന്ന അട്ടപ്പാടിയിലെ കാടിന്റെ മക്കളുടെ ജീവനാണ്. ആദിവാസി ഊരുകളുടെ പാരമ്പര്യവും അവരുടെ വിത്തുവിതയും വിളവെടുപ്പും കാടിനോടുള്ള പ്രാർത്ഥനകളും തുടിപ്പുകളുമെല്ലാം നൂറ്റാണ്ടുകളായി ഈ ഭവാനിയുടെ ഓളങ്ങളോട് ചേർന്നു നിൽക്കുന്നു. തണുത്ത അട്ടപ്പാടൻ മലങ്കാറ്റും നെഞ്ചിലേറ്റി മലകളെ തഴുകുന്ന കോടമഞ്ഞിന്റെ കുളിരും കണ്ട് ഈ പഴയ പാലത്തിനു മുകളിൽ നിന്ന് ഭവാനിയുടെ ഒഴുക്കിങ്ങനെ നോക്കിക്കാണുമ്പോൾ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്നൊരു ശാന്തതയുണ്ടല്ലോ, അത് ക്യാമറ കണ്ണുകൾക്കും അപ്പുറം അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒന്നാണ്. പഹയന്മാരെ, നമ്മള് നാട്ടിലെ പുഴകളും കടപ്പുറങ്ങളും കണ്ട് മടുത്തിട്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് ചങ്കുബ്രോ ഒരു ദിവസം ചോദിക്കുന്നത്, എന്നാ പിന്നെ അട്ടപ്പാടി വരെ ഒന്ന് പോയാലോ എന്ന്. നേരെ ഒന്നും നോക്കിയില്ല, വണ്ടിയുടെ ടാങ്കും നിറച്ചങ്ങോട്ട് വിട്ടു. മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് ആ 9 കൊടുമ്പളവുള്ള ആനമൂളി ചുരം അങ്ങനെ കേറിത്തുടങ്ങുമ്പോഴേക്കും ചൂടൊക്കെ പമ്പ കടന്ന് കാറ്റിലൊരു വല്ലാത്ത തണുപ്പ് വന്നു കേറും. അട്ടപ്പാടി താഴ്വരയിലേക്കെത്തുമ്പോഴേക്ക് തന്നെ ചുറ്റും ആകാശമുട്ടെ നിൽക്കുന്ന പച്ചപ്പുതച്ച മലനിരകളും ഇടക്കിടക്ക് തലപൊക്കുന്ന ആദിവാസി ഊരുകളും കാടിന്റെ വന്യതയും നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ മൊഞ്ചെന്താണെന്നറിയോ? നമ്മുടെ നാടിന്റെ രീതികളെയൊക്കെ തിരുത്തിക്കുറിച്ച് കിഴക്കോട്ട് മാത്രം തലയുയർത്തി ഒഴുകുന്ന ഭവാനിപ്പുഴയും അവളുടെ കൂടെ കൂടുന്ന ശിരുവാണിയും തന്നെയാണ്. നേരെ ഒരു 5 മണി കഴിഞ്ഞ് വെയിലിന്റെ ചൂടൊക്കെ ആറിത്തുടങ്ങുമ്പോൾ പുഴക്കടവിലേക്കങ്ങനെ ഇറങ്ങി നടക്കണം. പടച്ചോനെ, ആ കാണുന്ന കാഴ്ചയൊരു വല്ലാത്ത സീനാണ് മക്കളെ. കരിമ്പാറക്കെട്ടുകൾക്കിടയിലൂടെ പളുങ്കുകുപ്പിയിലെ വെള്ളം പോലെ തെളിഞ്ഞൊഴുകുന്ന പുഴ. കാലൊന്നു മുക്കിയാൽ സിരകളിലേക്ക് അരിച്ചുകയറുന്ന മരം കോച്ചുന്ന തണുപ്പ്. ഈ വെള്ളത്തിന്റെ രുചി ഒന്നു വേറെ തന്നെയാണ്. ലോകത്തെ തന്നെ ഏറ്റവും സ്വാദിഷ്ടമായ ശുദ്ധജലം കിട്ടുന്ന ശിരുവാണിയുടെ കൈപ്പില്ലാത്ത മധുരം ആ ഒഴുക്കിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. വൈകുന്നേരത്തെ ആ സന്ധ്യാവെളിച്ചം മല്ലീശ്വരൻ മുടിയുടെ കൊടുമുടിയിൽ തട്ടി ചെമ്പട്ടുടുത്ത പോലെ തിളങ്ങുമ്പോൾ നദിയിലെ വെള്ളാരം കല്ലുകളിൽ ആ വെളിച്ചം വന്നു വീണ് കണ്ണാടി പോലെ ചിതറും. ആ സമയത്ത് കാട്ടിൽ നിന്നുള്ള ചീവീടുകളുടെ കരച്ചിലും പേരറിയാത്ത പക്ഷികളുടെ ചിലക്കലും പാറകളിൽ തട്ടിനുരയുന്ന വെള്ളത്തിന്റെ സംഗീതവും മാത്രം ബാക്കിയാകും. കൂടെ ആ അട്ടപ്പാടൻ മലങ്കാറ്റും വന്ന് നെഞ്ചിലേക്ക് തട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു ശാന്തതയുണ്ടല്ലോ, ദുനിയാവിലെ ഒരു ടെൻഷനും പിന്നെ മനസ്സിലുണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ നദികൾ പോലെ വെറുമൊരു ജലാശയമല്ല ഭവാനി. ഇരുളരും മുടുകരും കുറുമ്പരുമടങ്ങുന്ന അവിടുത്തെ ഗോത്രജനതയുടെ ജീവനാഡിയാണ്. അവരുടെ കാർഷിക സമൃദ്ധിയും തുടിപ്പുകളും സന്ധ്യാപ്രാർത്ഥനകളും വരെ ഈ പുഴയുടെ താളത്തിലാണ് നിലകൊള്ളുന്നത്. ആ തീരത്തങ്ങനെയിരുന്ന് ഒരു കട്ടൻ ചായയും ഊതിക്കുടിച്ച് ഇരുട്ടു വീഴുമ്പോൾ മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വന്യമായ നിശബ്ദതയും ആസ്വദിച്ചൊരു മടക്കയാത്ര, അതൊരു വേറെ തന്നെ അനുഭവമാണ്. റൂമിന്റെ 4 ചുവരിനുള്ളിലിരുന്ന് ജീവിതം ഫോണിൽ തീർക്കാതെ ഒരു ബാഗുമെടുത്ത് നേരെ അട്ടപ്പാടിക്ക് വെച്ചുപിടിച്ചോളിൻ. പോയി കാണണം, അനുഭവിച്ചു തന്നെ അറിയണം ഈ ഭവാനിയുടെ വന്യസൗന്ദര്യം.